ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26. കർത്താവായ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസ്ഥാനത്തിനകത്താണ് കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ പേര് എന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 15:26. ആ വചനം മുഴുവനായി ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെയാണ്: അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ ഞാൻ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, കർത്താവ് അവസാനം ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ആമേൻ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതായത് യാഹ്വേ റാഫ, യഹോവ റാഫ. സൗഖ്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ശാരീരിക സൗഖ്യമുണ്ട്. ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ, ബലക്കുറവ്, ക്ഷീണം, തളർച്ച, അങ്ങനെ പല ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ശരീരത്തിന് സൗഖ്യം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക സൗഖ്യവും അത്യാവശ്യമുള്ള കാര്യമാണ്. മനസ്സിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ഡിപ്രഷൻ, മാനസിക ബുദ്ധിമുട്ടുകൾ, മനോവേദനകൾ, ജീവിതത്തിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മാനസിക വിഷമതകൾ, നമ്മുടെ മനസ്സ് ആകെ ഇടിഞ്ഞു പോയിട്ട് ജീവിതത്തിൽ ഇനിയൊരു സാധ്യതയില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ബുദ്ധിമുട്ടും. അതല്ലെങ്കിൽ നമുക്ക് ആകെ മാനസികമായിട്ട് നമ്മൾ ആകെ തളർന്നു പോകുന്ന അവസ്ഥകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥകളിൽ നമ്മുടെ മനസ്സിനും ഒരു സൗഖ്യം അത്യാവശ്യമാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ ആത്മാവ് നാം പാപം ചെയ്ത് കഴിയുമ്പോൾ ആത്മാവ് ഒരു രോഗാതുരമായ അവസ്ഥയിലേക്ക് പോകും. അതായത് ആത്മാവിൻ്റെ മേലും ചില ക്ഷീണങ്ങൾ വരികയും ആത്മാവ് ആകെ ഡൗണായി പോവുകയും നമ്മൾ പാപം മൂലം നമ്മൾ മൃതരാകുന്നൊരവസ്ഥയുണ്ട്. കർത്താവിൻ്റെ തിരുവചനം പറഞ്ഞ ഇങ്ങനെയാണ്: എങ്കിലും നിങ്ങൾ പാപം വഴി മൃതരായിരുന്നിട്ട് തൻ്റെ കൃപയാൽ, അവിടുന്ന് നമ്മോട് കാണിച്ച കൃപയാൽ അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു, രക്ഷിച്ചു. അപ്പോൾ ഈ ആത്മാവിനും നമ്മൾ പാപം ചെയ്യുമ്പോൾ ആത്മാവും ഒരു രോഗാതുരമായ അവസ്ഥയിലേക്ക് വരും. അതായത് ഒരു രോഗം വരുന്ന അവസ്ഥ, നമ്മുടെ ആത്മാവ് രോഗം പിടിച്ച് ക്ഷീണിച്ചു പോകുന്ന അവസ്ഥ, ആത്മാവ് ഡൗൺ ആകുന്ന അവസ്ഥ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയിൽ കർത്താവിൻ്റെ തിരുവചനം പുറപ്പാട് പുസ്തകം 15:26 പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവെന്ന വാക്ക് നമുക്ക് പിന്നെ ഒരിക്കൽ അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം എങ്ങനെയാണെന്ന്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്നാണ് യഥാർത്ഥ മൂലപരത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിന്നെ സുഖമാക്കുന്ന യഹോവയാണ്. ഇതിനകത്ത് ഈ സുഖമാക്കുന്ന എന്ന വാക്കിൻ്റെ ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് റാഫ അല്ലെങ്കിൽ റഫൈക്ക. ഈ രണ്ട് വാക്കുകളാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. റഫൈക്ക എന്ന വാക്കിനെ കുറച്ചുകൂടെ ചുരുക്കുമ്പോൾ, ഒന്ന് ലോപിക്കുമ്പോൾ അത് റാഫ എന്ന് പറയും. യാഹ്വേ റാഫ, സൗഖ്യമാക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന സൗഖ്യമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു സാധാരണ ശാരീരികമായ സൗഖ്യം മാത്രമല്ല കർത്താവ് നൽകുന്നത്. നിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിൽ കർത്താവ് നിന്നെ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മാനസികവും ആത്മീയവുമായ ഒരു പരിപൂർണമായ വിടുതലാണ് യാഹ്വേ റാഫ എന്ന ദൈവം ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. അതിനർത്ഥം നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഏത് തരത്തിലുള്ള ക്ലേശങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് നിന്നെ സുഖമാക്കുന്ന യാഹ്വേ റാഫ നിന്റെ ജീവിതത്തിന് മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മീയമാകട്ടെ, നിന്നെ തളർത്തുന്നത് എന്തുമാകട്ടെ, അതിൻ്റെ മേൽ സൗഖ്യദായകനാകുന്ന കർത്താവിൻ്റെ യാഹ്വേ റാഫയുടെ സൗഖ്യം വെളിപ്പെടാൻ തുടങ്ങും. ഇതെങ്ങനെ വെളിപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പഴയ നിയമത്തിനകത്ത് ദൈവം ഇങ്ങനെ പറഞ്ഞു നിർത്തിയെങ്കിൽ, പഴയ നിയമത്തിനകത്ത് പറഞ്ഞു നിർത്തുമ്പോൾ അത് ചെയ്തില്ല എന്നല്ല അതിനർത്ഥമാക്കുന്നത്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സൗഖ്യം പുതിയ നിയമ വിശ്വാസികളാകുന്ന, കർത്താവായ യേശുവിനെ സ്വീകരിച്ച, യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന പുതിയ നിയമ വിശ്വാസികളാകുന്ന നമ്മുടെ മേലേക്ക് ഈ യാഹ്വേ റാഫയുടെ പ്രവൃത്തി വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അവൻ്റെ അടിപ്പണരാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ.
യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 5-ാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടു. ആമേൻ. യേശുവിന് 700 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായ യേശയ്യ ദീർഘദർശി പ്രവചിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം ആത്മാവിലത് കാഴ്ച കണ്ടു. ഇങ്ങനെയാണ്, യേശു മുറിഞ്ഞതിലൂടെ താൻ, അതായത് യേശയ്യ പ്രവാചകൻ സൗഖ്യമാക്കപ്പെട്ടുവെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം പോലും യേശു ജനിക്കുന്നതിന് മുന്നമേ തന്നെ യേശയ്യ പ്രവാചകൻ പോലും തൻ്റെ സൗഖ്യത്തെ സ്വീകരിച്ചത് യേശുവിൻ്റെ മുറിവിലൂടെയാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഴലായി വെളിപ്പെട്ടിരുന്ന ക്രിസ്തുവിൻ്റെ സൗഖ്യം 700 കൊല്ലങ്ങൾക്ക് മുൻപ് യേശയ്യയ്ക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകളെ നിങ്ങൾ അറിഞ്ഞോ? ആ നിഴലായിരുന്നവൻ പൊരുളായി വെളിപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ മുറിഞ്ഞതിലൂടെ എത്രത്തോളം നമുക്ക് ഈ സൗഖ്യം വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ കുരിശുമരണം കണ്ടവൻ, യേശുവിൻ്റെ പീഠാസഹനം കണ്ടവൻ, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് കണ്ടവൻ, യേശു കുരിശ് ചുമന്നു കൊണ്ട് പോകുന്നത് കണ്ടവനാകുന്ന അപ്പസ്തോലനാകുന്ന പത്രോസ് താൻ എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവായ യേശു കുരിശിൽ മരിച്ച ആ സമയത്ത്, അവൻ്റെ മേൽ അടികൊണ്ട ആ സമയത്ത്, അവൻ മുറിഞ്ഞ ആ സമയത്ത്, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മകളെ നീ അറിഞ്ഞോ, നീ വിശ്വസിച്ചോ? നിൻ്റെ സൗഖ്യം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അന്ന് നടന്ന ആ സൗഖ്യത്തിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത്, എന്നെ നിങ്ങൾ കേൾക്കുന്ന ഈ സമയങ്ങളിലും നിങ്ങളുടെ മേലെ ആ സൗഖ്യമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യാഹ്വേ റാഫ, അവൻ അന്ന് തുടങ്ങിയ സൗഖ്യത്തിൻ്റെ പ്രവൃത്തി ഇപ്പോഴും ലോകമുള്ള കാലം വരെയും അത് വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് ഒരു നാളും അവസാനമില്ലെന്നേ. കാരണം എൻ്റെ ദൈവം ആദിയും അന്തവുമാണ്. ആമേൻ. ഈ വിഷയം നമ്മൾ പിന്നീട് സംസാരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ മുറിവിലാണ്, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ സൗഖ്യം ഇരിക്കുന്നത്. ഞാൻ സൗഖ്യമാകുന്നുണ്ടെങ്കിൽ, ദൈവത്തിലുള്ള വിശ്വാസം വഴി എനിക്കൊരു സൗഖ്യം ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ സൗഖ്യമാകണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടത് യേശുവിൻ്റെ മുറിവിലാണ് എനിക്ക് സൗഖ്യം ഇരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശുവിൻ്റെ മുറിവിലൂടെയാണ് നിങ്ങളുടെ സൗഖ്യം ഇരിക്കുന്നത്. അവൻ്റെ മുറിവിനല്ല നിങ്ങൾ സൗഖ്യപ്പെട്ടത്. കഴിഞ്ഞത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. കഴിഞ്ഞത് അതിപ്പോഴും അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടപ്പോൾ അവിടെ തുടങ്ങിയ സൗഖ്യം, അവിടെ നിന്ന് കുരിശ് വഹിച്ചുകൊണ്ട് മല കയറി നടന്നപ്പോൾ അവിടെ തുടങ്ങിയ സൗഖ്യം, കൈകൾ കുരിശിനോട് ചേർത്ത് ആണിയടിച്ച് ഗാഗുൽത്തായിൽ കുരിശിൽ തറച്ചപ്പോൾ അവിടെ വെളിപ്പെട്ട ആ സൗഖ്യം ഇപ്പോഴും നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരത്തിലാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണ്, എൻ്റെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ അവിടെ നിർത്തിയില്ല. ഇനി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നില്ല. അവസാന കാലത്ത് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ല. യേശുവിൻ്റെ കുരിശുമരണത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നില്ല. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. എൻ്റെ ദൈവത്തിന് ഇപ്പോഴും നിൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തെ കൊണ്ടുവരാൻ പറ്റുമെന്നേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യാഹ്വേ റാഫയിൽ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ യാഹ്വേ റാഫയുടെ സ്വഭാവം നിൻ്റെ മേൽ വെളിപ്പെടും. സൗഖ്യത്തിൻ്റെ സ്വഭാവം നിൻ്റെ മേൽ വെളിപ്പെടും. നിൻ്റെ ശാരീരിക രോഗങ്ങളാകട്ടെ അത് കർത്താവ് സൗഖ്യമാക്കും. നിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളാകട്ടെ അത് കർത്താവ് സൗഖ്യമാക്കും. നിൻ്റെ ആത്മാവിൻ്റെ രോഗാവസ്ഥയാവട്ടെ എൻ്റെ കർത്താവ് അതും സൗഖ്യമാക്കും. എൻ്റെ ദൈവം നൽകുന്ന സൗഖ്യം ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ പനി മാറുന്നതിൽ നിൽക്കത്തില്ലെന്നേ, ഒരു ചെറിയ ക്യാൻസർ മാറുന്നതിൽ നിൽക്കത്തില്ലെന്നേ, ഒരു ചെറിയ ഏതെങ്കിലും ഒരു സിറോസിസ്, ലിവർ സിറോസിസ് മാറുന്നതിൽ നിൽക്കത്തില്ലെന്നേ. എൻ്റെ ദൈവം നൽകുന്ന സൗഖ്യം അത് കംപ്ലീറ്റ് ആണ്. ആത്മീയവും ശാരീരികവും മാനസികവുമായി നിന്നെ സൗഖ്യവാനാക്കി നിന്നെ ബലപ്പെടുത്തി വളർത്തുന്നവനാണ് എൻ്റെ കർത്താവ്. ആ ബോധ്യം നിങ്ങളുടെ മനസ്സിനകത്തിരിക്കട്ടെ. ഈ യാഹ്വേ റാഫയെ കുറിച്ചുള്ള പരിപൂർണമായ വെളിപാട് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോ, ആ നിമിഷം മുതൽ നിൻ്റെ മേൽ സൗഖ്യം നിറയുവാൻ തുടങ്ങും. എൻ്റെ കർത്താവിനകത്ത് വെളിപ്പെട്ട, എൻ്റെ കർത്താവാകുന്ന യേശുക്രിസ്തുവിനകത്ത് വെളിപ്പെട്ട ആ ദൈവിക ജീവൻ നിൻ്റെ മേൽ നിറയുവാൻ തുടങ്ങും. എൻ്റെ കർത്താവ് വന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. അബണ്ടൻസ് ഓഫ് ലൈഫ്, ദൈവിക ജീവൻ്റെ സോയ എന്ന ഗ്രീക്ക് വാക്കാണ്. ഈ ലൈഫിനകത്ത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമുണ്ടാകാനും അത്രേ എന്ന വാക്കിനകത്ത് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിതാണ് സോയ എന്നാണ്. സോയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ദൈവിക ജീവൻ എന്നാണ്, അവസാനിക്കാത്ത ജീവൻ. എൻ്റെ ദൈവം വന്നിരിക്കുന്നത്, എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി മുറിഞ്ഞത്, അവൻ്റെ സൗഖ്യം നിൻ്റെ മേൽ പകരുന്നത് അബണ്ടൻ്റായ
അവസാനിക്കാത്ത ദൈവിക ജീവൻ നിങ്ങളുടെ മേൽ പകരാനായിട്ടാണ്. ഈ ബോധ്യം നിങ്ങളുടെ അകത്തിരിക്കട്ടെ. യാഹ്വേ റാഫയുടെ സ്വഭാവം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആ സ്വഭാവം നിങ്ങളിലൂടെ വെളിപ്പെടുന്നതിലൂടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിലൂടെ ആത്മീകവും ശാരീരികവും മാനസികവുമായി ബലപ്പെട്ട് പൈശാചിക ശക്തികളെ തകർക്കുവാൻ തക്ക രീതിയിൽ കർത്താവ് നിങ്ങളുടെ മേൽ ആധിപത്യമെടുക്കട്ടെ. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. യാഹ്വേ റാഫ നൽകുന്ന കംപ്ലീറ്റായ സൗഖ്യം നിങ്ങളുടെ മേൽ ഈ നിമിഷം വെളിപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ എളിമയോടെ താഴ്ന്നിരിക്കെ കൃത്യസമയത്ത് എൻ്റെ കർത്താവ് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നു. ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുത്ത് അവരും ഈ സുവിശേഷത്തിൽ പങ്കാളികളാക്കട്ടെ. ഈ സുവിശേഷം നൽകുന്ന അനുഗ്രഹത്തിൽ അവരും പങ്കാളികളാകട്ടെ. അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹം നിങ്ങളുടെ മേലും വെളിപ്പെടട്ടെ. ആ സുവിശേഷ വേലക്കാരെ നമുക്ക് മാറ്റപ്പെടാം. ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പടപൊരുതാം. കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.